ഹായ് സുനിൽ സർ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ജീവൻ മൂവി ഇറങ്ങാൻ പോവാണല്ലേ? അപ്പോൾ ജീവനിലൊരു പ്രധാന കഥാപാത്രവും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും കൂടിയാണ്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ ജീവനെ പറ്റി എന്താ പറയാനുള്ളത്? ജീവനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് മദ്യപാനമാണ് സബ്ജക്റ്റ്. വളരെ ഉയർന്ന പദവിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഒരാള് മദ്യപാനാസക്തി മൂലം അല്ല ജീവിതം തകർന്നടിയുന്നതാണ് ഈ കഥയുടെ പ്രമേയം അതാണ്. അത് കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം ഈ മദ്യപാന സ്വഭാവം ആ ഒരു സ്വഭാവം കൊണ്ട് അകന്നു പോകുന്ന ജീവൻ എന്ന ആദ്യം ഇതിന്റെ തിരക്കഥാകൃത്ത് ഇതിന്റെ ഡയറക്ടറും റൈറ്ററും ഒരാൾ തന്നെ വിനോദ് നാരായണൻ. അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തും കൂടെ. ഇത് അദ്ദേഹത്തിന്റെ ട്രൂ സ്റ്റോറി ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മദ്യത്തിന് അടിമപ്പെട്ട് കുറച്ച് നാള് ഇങ്ങനെ നടന്ന ആളാണ് ഇതിന്റെ സംവിധായകൻ. അപ്പോ എനിക്കിത് സ്ക്രിപ്റ്റ് കേട്ടപ്പോ തന്നെ എനിക്ക് വളരെ ലൈവായിട്ട് ഇതിനകത്ത് ഓരോ സീനുകളും വളരെ ലൈവായിട്ട് തോന്നി. ഇത് പ്രത്യേകിച്ച് മദ്യപിക്കരുതെന്നോ അല്ലെങ്കിൽ മെസ്സേജ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞാലും മദ്യപാനം കൊണ്ട് ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ, ആസക്തി മൂലം അയാളുടെ നാശം, അത് എങ്ങനെയെന്ന് കാണിക്കുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുമില്ല. ആ സിനിമ കാണുമ്പോൾ നോർമലി ഇപ്പം ഈ സിനിമയിലേക്ക് ഇപ്പൊ ഈ പ്രൊഡ്യൂസർ നേരത്തെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലേ സിനിമകൾ കോ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഇതാണ്. ഓക്കെ. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനേതാവും കൂടെ ആണല്ലോ. അപ്പൊ ഈ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നിന്നും മാറി എന്ന് പറഞ്ഞാൽ ഇതിനും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ അഭിനയം കൂടെ കൊണ്ടുവരാൻ എങ്ങനെയാ? നേരത്തെ അഭിനയം ഇഷ്ടമായിട്ട് ഒരു ഉള്ളിനുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണമാണോ? എങ്ങനെയാ? ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ശരി. അഭിനയ മോഹവുമായിട്ട് അതിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് മിമിക്രിയാണ്. ഞാൻ കുട്ടിക്കാലം പോലെ മിമിക്രി കളിക്കുകയും പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു പിൻബലത്തിലാണ് ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആക്കുന്നത്. ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വന്നത് അഭിനയിക്കാനാണ്. ഡബിംഗ് ആർട്ടിസ്റ്റ് ആയി അങ്ങനെ നിന്നു. പിന്നീട് ഞാൻ പറഞ്ഞില്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും കോ പ്രൊഡ്യൂസറായിട്ടൊക്കെ പടങ്ങൾ ചെയ്തു. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പോൾ ഇതാണ് ജീവൻ മൂവിയാണ്. എന്റെ ഒരു സുഹൃത്ത് വിഷ്ണു വിജയൻ ചേർന്ന് സിനിമ നിർമ്മിച്ചു. ശരി. അപ്പൊ ഈ അഭിനയം, സ്വന്തം അഭിനയത്തോട് എങ്ങനെയാ ഒരു ഇനി കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ തോന്നുന്നു? അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടി ശരിക്കും അഭിനയിക്കാനായിരുന്നു ബാക്കിയുള്ള എല്ലാ വേഷം അല്ലേ? നല്ലൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടലുകളായിരുന്നു ബാക്കിയെല്ലാം. ഞാനൊരു 10-20 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 സീന് 3 സീനൊക്കെ വരുന്ന വേഷം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓ ശരി ശരി. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ട്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക്, ഇപ്പൊ വളർന്നു വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കാണ്, ഇപ്പം കുറെ സിനിമകളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ചില സിനിമകളിൽ പോയി അഭിനയിച്ചിട്ടൊക്കെ അത് പടത്തില് റിലീസ് ആവുന്ന സമയത്ത് ആ സീനുകളൊന്നും ഇല്ലെങ്കിൽ ഇല്ലാതെ വന്നിട്ടുണ്ടോ? അങ്ങനെ സീൻ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല. അഭിനയിച്ച സീനുകളെല്ലാം വന്നിട്ടുണ്ട്. 20 സിനിമകളിലെങ്കിലും എന്റെ കണക്ക് ശരിയാണെന്ന് തോന്നുന്നു. 20 സിനിമകളിലും ഞാൻ അഭിനയിച്ച അത്രയും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു. സിനിമകളിൽ മാത്രമാണോ ചെയ്തിട്ടുള്ളത്? സീരിയൽ അങ്ങനെ ആദ്യകാലത്ത് സീരിയൽ ചെയ്തിട്ടുണ്ട്, വേഷം ചെയ്തു. ഓക്കെ. പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ സിനിമ അഭിനയിക്കുന്നതാണോ എളുപ്പം നോർമലി? അങ്ങനെ ചോദിച്ചാൽ രണ്ടും രണ്ട് ഇതല്ലേ. പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് വേണം, ബഡ്ജറ്റ് കൂടിയാൽ അത് തിരിച്ചു മറിക്കാൻ നടക്കും. അങ്ങനെ റിസ്ക് ഉണ്ട്. നിർമ്മാണം അല്ല, അഭിനയം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുട്ടിക്കാലം പോലെ ഒരു ആഗ്രഹം ആണ്. തീരെ കുഞ്ഞിനെ പോലെ സ്റ്റേജുകളിലും ഒക്കെ പെർഫോം ചെയ്ത് അങ്ങനെ അതിനോടൊരു ഒരുപാട് ഇഷ്ടമുണ്ട്. ഈ സിനിമയിൽ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ ഏതാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്? അല്ല, രണ്ടും ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു സിനിമ. കാരണം ആദ്യം തുടങ്ങി നമ്മൾ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ ഇതൊരു വലിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ അഭിനയിച്ചവർ പുതുമുഖങ്ങളാണ് എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ഏരിയയും നല്ല രീതിയിൽ തന്നെ. ഇപ്പം ഉദാഹരണത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഗോപി സുന്ദർ ചെയ്തു.
ഗാനരചന ശിവു ചക്രവർത്തി, അങ്ങനെ ആഹാ. DOP സിനു സിദ്ധാർത്ഥ്, അതെ അതെ. അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്നവർ തന്നെ. എല്ലാ ടെക്നീഷ്യന്മാരും അറിയപ്പെടുന്നവരാണ്. ഡയറക്ടർ നേരത്തെ 2 പടം ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണോ അതിനിടയിൽ ഓരോ ഡിസ്കഷനിലും പ്ലാൻ ചെയ്ത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ അവസാനം ഇതിങ്ങനെ ആയിരിക്കും എന്ന് എങ്ങനെ പ്ലാൻ ചെയ്തോ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ. ശരിക്കും ആദ്യം തുടക്കത്തില് ഈ സിനിമ എടുക്കാനുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇത് വിജയിക്കും എന്നൊരു തോന്നൽ തോന്നിയാലല്ലേ എന്ത് പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു തോന്നല് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതിനുള്ള തോന്നൽ വരാൻ കാരണം ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ വിനോദ് നാരായണന്റെ ജീവിതകഥയാണ്. ആ. അയാൾ എന്റെ ബാല്യകാല സുഹൃത്താണ്. ശരി. അപ്പൊ ഈ ജീവിതകഥ എന്ന് പറയുമ്പോൾ അയാൾ മദ്യത്തിന് അടിമപ്പെട്ട് കുറച്ച് നാൾ അലഞ്ഞ ആ കാലഘട്ടമൊക്കെ എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സ്ക്രിപ്റ്റ് പുള്ളി ആദ്യം വന്ന് വെറുതെ ഒരു കഥ പറയുമല്ലായിരുന്നു, എന്റെ ഫുൾ സ്ക്രിപ്റ്റ് ആണ് എന്നെ ആദ്യം വായിച്ചത്. ഈ സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടപ്പോ അതിന്റെ ഓരോ സീനുകളും വളരെ ലൈവായിട്ട് തോന്നും. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം, സ്വന്തം അനുഭവം പകർത്തിയത് കൊണ്ടാവാം അല്ലെ. ഞാൻ എന്റെ വിലയിരുത്തൽ അതൊരു വിനോദ് നാരായണന്റെ കഥ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി. മദ്യപാനം എന്ന ദൂഷ്യവശങ്ങൾ അനുഭവിച്ച ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടിക്കാലം പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഇതൊരു പ്രത്യേക തരം ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ ഫോക്കസ് ചെയ്തൊരു സിനിമയല്ല. ഏത് തലത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കുന്നു. അതാണ് എനിക്ക് നിർമ്മിക്കാനുള്ള ധൈര്യം തന്നതും ആ ഒരു കാരണമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ലൈവായിട്ടുള്ള സീനുകൾ, കൂടാതെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്നെനിക്ക് തോന്നി. അതാണ് എനിക്ക് തന്ന ധൈര്യം. നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഓക്കെ. നമ്മുടെ ഇപ്പം നമ്മുടെ നായകനെ പറ്റി പറയുകയാണെങ്കിൽ, നായകന് DOP കൂടെ ആണല്ലോ, അത് എത്രത്തോളം ഈ സിനിമയെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് സഹായിച്ചു. സിനിമ സിദ്ധാർത്ഥ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ആദ്യം വിനോദ് നാരായണൻ പറഞ്ഞ കഥ പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഇത് സിനിമയെ കൊണ്ട് ക്യാമറ ചെയ്യിപ്പിക്കണം എന്നൊരു തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ കൂട്ടമായിട്ട് വർക്ക് ചെയ്തു. സിനിമ സിദ്ധാർത്ഥ് ഒരുപാട് ശാരീരികമായിട്ടും ഒരുപാട് സ്ട്രെയിൻ എടുക്കും. അഭിനയിക്കുന്ന താടിപ്പൊടി വളർത്തി, നഖം വെട്ടാതെ കാലും കയ്യില് മാസങ്ങളോളം നിൽക്കുകയും, അങ്ങനെ ശാരീരികമായിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കും. പിന്നെ ടെക്നിക്കലി ഒരുപാട് ഡയറക്ടറെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തോ അതേപോലെ തന്നെ അത് ചെയ്യാൻ പറ്റി. പിന്നെ ആദ്യം തന്നെ തീരുമാനിച്ചു പുതുമുഖങ്ങൾ മതി എന്ന തീരുമാനം ഉണ്ടായിരുന്നു. അത് സിനിമ നായകൻ എന്നൊന്നും ആദ്യം തീരുമാനിച്ചില്ല. അതിനുശേഷം ഞങ്ങളുടെ ഓരോ ചർച്ചകളിൽ ഒരു നായകനെ കണ്ടെത്തുന്നതിനിടയിൽ എനിക്ക് മനസ്സിലുണ്ട്, നേരത്തെ ഞാൻ സിനിമയോട്ടൊരു പടം പ്ലാൻ ചെയ്തു. അതൊരു 4-5 വർഷം അനൗൺസ് ചെയ്തു, പക്ഷെ നടന്നില്ല. സിനുവിനെ വെച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ഡയറക്ടറോട്ട് സംസാരിച്ചു, ഞങ്ങൾ സിനു ആ താടിയും മുടിയൊക്കെ ഒന്ന് വളർത്തി നോക്കാൻ പറഞ്ഞു. അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ സിനു ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് താടിയും മുടിയൊക്കെ വളർത്തി. പുള്ളി വേറൊരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ ചോദിക്കും, താടി പഠിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അണ്ണാ ഞാൻ പട്ടിണിയാണ് കിടന്ന ശരീരം ക്ഷീണിപ്പിച്ചോണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ കറക്റ്റ് ലുക്ക് പിന്നീട് കണ്ടപ്പോ അപ്പൊ അങ്ങനെ തീരുമാനിക്കുമായിരുന്നു സിനിമ. ഈ സിനിമ ഇപ്പൊ ഡിസംബർ 13 റിലീസ് ആവുകയാണല്ലോ. ഈ വരുന്ന 13. ശരിക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സിനിമയെ കാണണമെന്ന് തോന്നാൻ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ ഒരു ഈ സബ്ജക്ട് പെട്ടെന്ന് എല്ലാവർക്കും ഇത് അയ്യോ ഞാൻ അടുത്ത വീട്ടിൽ കണ്ട, അല്ലെ എല്ലാവർക്കും ഒരു അനുഭവം കാണും. ഈ മദ്യപാനിയായിട്ട് ഉള്ള നമ്മുടെ വീട്ടിലിപ്പം ഒരു മദ്യപാനി ഉണ്ടാവാം, അല്ലെങ്കിൽ അയലത്തൊരു മദ്യപാനി ഉണ്ടാവാം, അല്ലെ അല്ലെ വഴി കൂടെ നടന്നു പോകുമ്പോ ഒരു മദ്യപാനി വീണ് കിടക്കുന്ന കാണാം. അങ്ങനെ മദ്യപാനികളെ നമ്മൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാം. എങ്ങനെ ഈ സിനിമ കാണുമ്പോ അവര് കണ്ട കാഴ്ചകൾ തന്നെ ആയിരിക്കും. അവര് എപ്പോഴും അത് ഇന്ന പ്രായത്തിലുള്ള ആൾക്കാരൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പൊ ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. കൂടെ ഒരു അഭിനേതാവിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിട്ട് ഇരിക്കുന്നത്, അതായത് ഈ സിനിമയിലൂടെ നല്ലൊരു വേഷം ചെയ്തു. അപ്പൊ അതും ഒരു നല്ലൊരു തുടക്കമായി മാറട്ടെ, എല്ലാം കൊണ്ടും ഒരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.